നമുക്കിവിടെ എന്തില്ല, അസൈൻമെൻ്റ് ഇല്ല, സെമിനാർ ഇല്ല, പ്രൊജക്റ്റ് ഇല്ല. നമുക്കൊരു 6 മാസം കൂടുമ്പോൾ ഒരു 100 മാർക്കിനൊരു പരീക്ഷ വരും. ആ പരീക്ഷയിൽ 45 മാർക്ക് എഴുതി വാങ്ങാൻ പാസ്സാകും. എൻ്റെ പേര് മുഹമ്മദ് സജിദ് PS. ഞാൻ ഫാക്കൽറ്റി ഓഫ് ലോ, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ LC1 പഠിക്കുന്നത്. ഞാനിന്ന് നമ്മുടെ ഫാക്കൽറ്റി ഓഫ് ലോയെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഏകദേശം നമുക്ക് 2800 അധികം സീറ്റുകളുണ്ട് നമ്മളെ ഫാക്കൽറ്റി ഓഫ് ലോയിൽ ഓരോ വർഷവും. നമ്മൾ പക്ഷേ 1% പോലും മലയാളം നമ്മളിതിലില്ല. അതിലെ മെയിൻ ഫാക്ടർ എനിക്കറിയാം, നമ്മളെ കേരളത്തിൽ നല്ല കോളേജുള്ളത് കൊണ്ടാണ്. എന്നിരുന്നാലും നമ്മുടെ ഡിയിൽ വരുന്ന എക്സ്പോഷർ കുറച്ചും കൂടി അധികമാണ്. നമുക്കിവിടെ എന്തുണ്ട്, നമ്മുടെ നാട്ടിലാകുമ്പോൾ എറണാകുളം ജില്ലയിലുള്ളവർക്ക് മാത്രമാണ് എന്തുള്ളൂ ഹൈക്കോർട്ടുള്ളൂ, കേരള ഹൈക്കോർട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഹൈക്കോർട്ടിൻ്റെ എക്സ്പോഷർ ഇല്ല. പക്ഷേ നമുക്കിവിടെ ഡൽഹി ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോർട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാറ്റൻറ്റ് ഫീൽഡിലാണ്. ഞാൻ BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ പാറ്റൻറ്റ് ഫീൽഡിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പോഷറും അതുപോലത്തെ ഒരു കുറേ ഫീൽഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് നമ്മളെന്താണ് ഇവിടെ ഡിയിൽ വന്നതിന് ശേഷം ഡിയിലുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ വിട്ട് നിൽക്കുമ്പോഴാണ്. കേരളത്തിലൊക്കെ IPRൻ്റെ സ്കോപ്പൊക്കെ കുറച്ച് കുറവാണ്, ഒബിയസ്ലി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ക്യാമ്പസ് ലോ സെൻറ്ററും LC1 LC2 കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്യാമ്പസിൻ്റെ അകത്തോട്ട് ഡിസ്കസ് ചെയ്യാം. പ്രസ്റ്റീജിയസ് ക്യാമ്പസ് ലോ സെൻറ്റർ മുമ്പിലുള്ളത് നമുക്ക് 3 സെൻറ്റർ വരുന്നത്, LC1 LC2 ക്യാമ്പസ് ലോ സെൻറ്റർ. ഇതിനെല്ലാത്തിൻ്റെയും ഡിഗ്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെയിം ആണെങ്കിലും ക്യാമ്പസ് ലോ സെൻറ്ററാണ് 1924 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ 1970s സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സ്ട്രോങ് അലുമിനി ഉണ്ട്. നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതി ജഡ്ജസ്, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ഒക്കെ ആയാലും നമ്മൾ നല്ല അലുമിനി നെറ്റ്വർക്ക് ഉള്ള ഒരു സെൻറ്ററാണ് ക്യാമ്പസ് ലോ സെൻറ്റർ. അതുകൊണ്ട് തന്നെ ഒബിയസ്ലി ഇവരുടെ ടാഗ് വാല്യൂ എന്തായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ 3 സെൻറ്റർ, നമ്മുടെ ലോ സെൻറ്റർ 1, ലോ സെൻറ്റർ 2, ക്യാമ്പസ് സെൻറ്റർ, ഇത് 3 സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ നോർത്ത് ക്യാമ്പസിനകത്ത് തന്നെയാണ്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ക്ലാസ് ടൈമിംഗ് പറഞ്ഞാൽ നമ്മൾ 3 വ്യത്യാസം വരുന്നത് ക്ലാസ് ടൈമിംഗ് ആണ്. അതിൽ ക്യാമ്പസ് ലോ സെൻറ്ററിൻ്റെ ക്ലാസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണി വരെ എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമ്മൾ വളരെ റെയർ കേസിലാണ് ആഫ്റ്റർ 2 മണി കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ ക്ലാസ് വരുന്നുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് 2 മണിക്ക് മുന്നേ തന്നെ ക്ലാസ് പോകും. പിന്നെ ഇതുവരെ അറ്റൻഡൻസ് ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ല. കുറേ കുട്ടികൾ ഇന്റേൺഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് പറയുന്നുണ്ട് അറ്റൻഡൻസ് സ്ട്രിക്റ്റ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സെൻറ്ററിൽ ഇപ്പോൾ LC1 LC2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലാസ് ടൈമിംഗ് എന്താ 8 to 2, മറ്റേത് 2 to 7 ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബാക്കി ഹാഫ് ഡേ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനായാലും നമ്മൾ SSC UPSC പഠിക്കുന്ന കുട്ടികളുണ്ട്, കുറേ അതർ എക്സാംസിന് പറയുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ആ ടൈം കിട്ടും. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായാലും അറ്റൻഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഐഡിയ ആണ്. പക്ഷേ ഒബ്വിയസ്ലി ക്യാമ്പസ് ലോ സെൻറ്ററിന് ഒരു ടാഗ് വാല്യൂ ഉണ്ട് ബാക്കിയുള്ള 2 സെൻറ്ററിനെ അപേക്ഷിച്ചിട്ട്. പിന്നെ ഇവിടെ ലൈബ്രറി നമുക്ക് 9 to 7:45 ഉള്ളത്. പിന്നെ നമുക്ക് സാറ്റർഡേ 9 to 5, പിന്നെ സൺഡേ അവധിയാണ്. പിന്നെ നമുക്ക് ഈ ലോയുടെ നമ്മുടെ ക്യാമ്പസ് ലോ സെൻറ്ററിൻ്റെ ലൈബ്രറി ഇല്ലാതെ നമുക്ക് 24 അവൈലബിൾ ലൈബ്രറി ഉണ്ട്. ആർട്സ് ഫാക്കൽറ്റി നമുക്ക് ആ ലൈബ്രറിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് 24/7 നമുക്ക് ഓപ്പൺ ആണ്. അവിടെ നമുക്ക് പഠിക്കാം. ഇതൊക്കെയാണ് നമുക്ക് ക്യാമ്പസ് ലോ സെൻറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി LC1 LC2 പരിചയപ്പെടാം. നമുക്ക് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ CLC ലൈബ്രറി. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് നമ്മുടെ CLCയുടെ ഫ്രണ്ട് സൈഡ്. ഇതിലൂടെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ CLCയുടെ ഓഡിറ്റോറിയം. ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി നമ്മൾ ക്ലാസ്സും പ്രോഗ്രാംസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ CLCൻ്റെ ഓഡിറ്റോറിയം. നമ്മളുടെ CLCയുടെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളുടെ ലൈബ്രറി വരുന്നത്. ഇതിൻ്റെ ടോപ്പിലാണ് നമ്മളുടെ LC1 ലൈബ്രറി. LC2 ലൈബ്രറി നമ്മൾ കാണിച്ചു. നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെ എടുക്കുന്നതാണ്. അപ്പോൾ പോരായ്മകളൊക്കെ ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയില്ല. നമ്മളെ LC1 ലൈബ്രറി നമുക്കിപ്പോൾ അവിടെ കയറാൻ പെർമിഷൻ ഇല്ല. അവിടെ കുറച്ച് പണിയും വർക്കിൽ നടക്കുന്നുണ്ട്. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ നമ്മളുടെ CLCയും LC1 ലൈബ്രറിയും അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല വലുതാണ്. LC2 കുറച്ച് ചെറുതാണ്. LC1 ലൈബ്രറി അത്യാവശ്യം ഓക്കെയാണ്. നമുക്കിവിടെ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്. ഞാനിവിടെ മുമ്പ് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായി. ഫസ്റ്റ് ഇയറിലേക്ക് വന്നപ്പോൾ SSCയുടെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രിപ്പറേഷൻ സമയത്ത്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇവിടെ വൈഫൈ ഉണ്ട്, AC ഉണ്ട്, മറ്റേ വേനൽ സമയത്ത് AC ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെയാണ് ഇവിടെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ലൈബ്രറിയുടെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മളെ കേരള ലോ പഠിക്കുന്നവരെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ട് പോയത്, നമുക്കിവിടെ എന്തില്ല, അസൈൻമെൻ്റ് ഇല്ല, സെമിനാർ ഇല്ല, പ്രൊജക്റ്റ് ഇല്ല. നമുക്കൊരു 6 മാസം കൂടുമ്പോൾ ഒരു 100 മാർക്കിനൊരു പരീക്ഷ വരും. ആ പരീക്ഷയിൽ 45 മാർക്ക് എഴുതി വാങ്ങുക, പാസ്സാവുക. നമുക്ക് C മാർക്ക്, അറ്റൻഡൻസിന് മാർക്ക്, അത് യാതൊരു പരിപാടിയില്ല. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഇയറിൽ വരുന്നുണ്ട്.
മൂഡ് കോട്ട്, അതുപോലെ തന്നെ ADR, അങ്ങനെ കുറച്ച് ലാസ്റ്റ് ഇയർ മാത്രമേ നമുക്ക് എന്തുള്ളൂ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ മാത്രമേ. ഫസ്റ്റ് 2 കൊല്ലം ഒന്നുമില്ല, ജസ്റ്റ് മിനിമം അറ്റൻഡൻസ് സെറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു മിനിമം അറ്റൻഡൻസ് വേണം നമ്മൾ എക്സാം എഴുതാനായിട്ട്. പിന്നെ നമ്മൾ എക്സാം എഴുതുക, ഇതിനായിട്ട് വേറെ ആക്ടിവിറ്റീസും ഇല്ല. അപ്പോൾ നിങ്ങൾ ഫുള്ളി ഫ്രീ ആണ്. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാം, വേറെ എക്സാംസിൽ പഠിക്കുന്നവർക്ക് പഠിക്കാം. ലോയിൽ കുറേ വർക്കുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ പ്രൊജക്റ്റ് കാര്യങ്ങൾ, ഡൽഹിയിൽ കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. മൊത്തം ബാക്കിയുള്ള കോളേജിൽ നിന്ന് വരുന്നതായാലും ഡൽഹി ഒരു ഹബ്ബാണ് എല്ലാ പ്രോഗ്രാമിൻ്റെയും. അപ്പോൾ നമുക്ക് കൂടുതൽ ആക്സസിബിലിറ്റി കൂടുതലാണ്. ഡൽഹി വരുമ്പോൾ ഓരോരുത്തരെ മീറ്റ് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ ആക്സസിബിലിറ്റി നമ്മുടെ നാട്ടിലേക്ക് അപേക്ഷിച്ചിട്ട് ഇവിടെ ഡൽഹിയിൽ കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് കൂടി പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നമ്മുടെ ലൈബ്രറിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ലൈബ്രറികളുണ്ട്. നമുക്ക് ആർട്സ് ഫാക്കൽറ്റി ലൈബ്രറി ഉണ്ട്, അത് 24/7 ആണ്. LC1 LC2 ലൈബ്രറി നമുക്ക് വൈകുന്നേരം 7:45 അടക്കും. LC2 5 മണിയൊക്കെ ആകുമ്പോൾ അടക്കും. ഒരു രാവിലത്തെ ഷിഫ്റ്റാണല്ലോ. നമുക്കൊരു 7:45 വരെ ഉണ്ട് ലൈബ്രറി. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ആർട്സ് ഫാക്കൽറ്റി ലൈബ്രറി അതുപോലെ തന്നെ സെൻട്രൽ ലൈബ്രറി കൂടി പരിചയപ്പെടുത്തരാം. 24/7 ഉണ്ട്. ഓക്കെ, അവിടെയാണ് നമ്മളെ ക്യാമ്പസ് ലോ സെൻറ്റർ ഉള്ളത്. LC1 LC2 ഒറ്റ ബിൽഡിംഗ് ആണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ്. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതിൻ്റെ അപ്പുറത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി LC1 LC2 നമ്മളുടെ സെൻറ്റർ വരുന്നത്. ഓക്കെ, നമ്മുടെ സെൻറ്റർ നമ്മുടെ സ്റ്റാച്യുവിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ സെൻട്രൽ ലൈബ്രറി വരുന്നത്. ഓക്കെ, ലൈബ്രറി ഇവിടെയാണ് വരുന്നത്, സെൻട്രൽ ലൈബ്രറി. ആർട്ട് ലൈബ്രറി നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ ഒരു ബാക്ക് സൈഡിലായിട്ടാണ്, നമ്മളുടെ പ്രതിമയുടെ ബാക്ക് സൈഡിലായിട്ട്. ഓക്കെ, ഇത് രണ്ടും 24/7 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈബ്രറി ജസ്റ്റ് അകത്ത് കയറി കാണാൻ പറ്റും. 24 hours അടുത്ത ലൈബ്രറി. ഓക്കെ, നമുക്ക് സെൻട്രൽ ലൈബ്രറിയിലും നമുക്ക് അകത്തൊന്നുമില്ല, പെർമിഷൻ ഇല്ല. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഉള്ളിൽ പെർമിഷൻ ഉണ്ടോ എന്നുള്ളത്. ഇതാണ് നമ്മളുടെ ആർട്സ് ഫാക്കൽറ്റി. ഓക്കെ, പിന്നെ അവിടെയാണ് സയൻസ് ഫാക്കൽറ്റി വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളുടെ ക്യാമ്പസ് സെൻറ്റർ അവിടെ തന്നെയാണ്. CLCയുടെ അവിടെ നിന്ന് ഒരു 150-200 മീറ്റർ ഉണ്ട് നമ്മളെ ക്യാമ്പസ് സെൻറ്ററിലേക്ക്. നമ്മളുടെ യാത്രയും നമ്മൾ റിക്ഷയിലാണ്, ഈ ഒരു റിക്ഷയിലാണ്. ഷെയറിൽ കിട്ടും. ഇവിടെ നമ്മളൊരു 15 രൂപ കൊടുത്ത് നമ്മൾ റൂമിലേക്ക് പോകാം. അല്ലെങ്കിൽ സൈക്കിളിന് 1.5 കിലോമീറ്ററാണ് നമ്മുടെ റൂം വരുന്നത്. ഓക്കെ, നമ്മുടെ LC1 LC2. നമ്മൾ ലോ സെൻറ്റർ 1 ലോ സെൻറ്റർ 2. ഇതിൽ ലോ സെൻറ്റർ 2 ആണ് രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് തീരുന്നത്. ലോ സെൻറ്റർ 1 ആണ് ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് 7 മണിക്ക് തീരുന്നത്. ഇതിൽ നമ്മൾ ടൈമിംഗ് ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഫുൾ ഡേ ഒന്നും ക്ലാസ് ഉണ്ടാവില്ല. നമുക്കൊരു 3 to 4 hours ഒക്കെ ക്ലാസ് ഉണ്ടാവാറുണ്ട് നോർമലി. ചില ദിവസങ്ങളിൽ 5 hours ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഹാഫ് ഡേ ആണ്. LC2ൻ്റെ കേസ് പറഞ്ഞാൽ 8 മണിക്ക് രാവിലെ വരണം. വിന്നറൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കും. നമുക്ക് വിന്നറാകുമ്പോൾ അഡ്വാൻറ്റേജ് ആണ്. അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലർ പറയും നമ്മൾ രാവിലെ കോടതിയിൽ പോവുക, അത് കഴിഞ്ഞിട്ടെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് വരുമ്പോൾ എന്താണ് LC1കാർക്ക് അഡ്വാൻറ്റേജ് ആണ്. കാര്യം നമുക്ക് എന്താണ് ഒരു 3-4 മണിയാകുമ്പോൾ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ CR എന്ന് പറയും, നമ്മുടെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആൾ നമുക്ക് വേണ്ടി ക്ലാസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. നമുക്ക് ക്ലാസ് നമ്മൾ ടീച്ചേഴ്സോട് സംസാരിച്ചിട്ട് 4 മണിക്ക് മുതൽ 7 മണി വരെ ക്ലാസ് ആക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യും, ക്ലാസ് മിസ്സാവില്ല. നമ്മൾ ഇന്റേൺഷിപ്പ് നമുക്ക് രാവിലെ പോയി വൈകുന്നേരം വരെ ചെയ്യാം. അങ്ങനെ LC1ന് ഞാൻ പഠിക്കുന്ന LC1ലാണ് നമുക്ക് അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. LC2 ആകുമ്പോൾ രാവിലെ തന്നെ 8 മണിക്ക് തുടങ്ങി പെട്ടെന്ന് തീർത്താൽ ബാക്കിയുള്ള ദിവസം 11 മണിക്ക് ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഫ്രീ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ LAR നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഡൽഹി വരുമ്പോൾ നമ്മൾ എന്താണ് ഗവൺമെൻറ്റുമായി ഭാഗമായിട്ട് ചെയ്തുള്ള ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ LC2ലെ കുട്ടികൾ രാവിലെയുള്ള കുട്ടികൾ കുറച്ച് പറയാറുണ്ട് അവർക്ക് ഈ LOR കിട്ടാൻ, അതായത് നമ്മളുടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഉണ്ട്, ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. നമുക്ക് അങ്ങനെ കിട്ടാറില്ല, കൊടുക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അത് നമ്മളെ സീനിയേഴ്സിനോട് റീച്ച് ഔട്ട് ചെയ്യുക. നമ്മൾ ഓരോ വർഷം തോറും ഇങ്ങനെ അതിൻ്റെ സ്ട്രിക്ട്നെസ്സും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒന്ന് അഡ്മിഷൻ സെല്ലിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക എങ്ങനെയാണ് LOR കിട്ടുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഡിഗ്രി എല്ലാത്തിനും ഒരേ വാല്യൂ ആണ്. നമ്മൾ ടൈമിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ CLCൻ്റെ ഒരു 50 വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു ടാഗ് വാല്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫ് ടൈമിങ്, പിന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി നല്ലതാണ്. പുതിയ ബിൽഡിംഗ് ആണ്, മറ്റേത് കുറച്ച് പഴയ ബിൽഡിംഗ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പസ് നമ്മളുടെ LC1 LC2ൻ്റെ ക്ലാസ് റൂമുകൾ ജസ്റ്റ് പരിചയപ്പെടാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. അതാണ് നമ്മളുടെ ബിൽഡിംഗ്. ഓക്കെ, 3 ഫ്ലോറാണുള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഓക്കെ, ഇത് നമുക്ക് ലിഫ്റ്റ് സൗകര്യമുണ്ട്, ഈ സൈഡിലുണ്ട് പിന്നെ വാഷ്റൂം കാര്യങ്ങൾ എല്ലാം. ഓക്കെ, ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ മൂഡ് കോർട്ട് വരുന്നത് കേട്ടോ. മൂഡ് കോർട്ട് ഹാള് ഇതിപ്പോൾ ഇന്ന് ലോക്കാണ്. ഇവിടെയാണ് നമ്മളുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരാറ്. ഓക്കെ, ഇത് അത്യാവശ്യം വലിയ ഹാളാണ്. CLCയുടെ ബാക്കിലായിട്ടൊരു ഹാളുണ്ട്, നമ്മൾ വീഡിയോയിൽ അതും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക്
തേർഡ് ഫ്ലോറിലുള്ള LC1 ലൈബ്രറി വരുന്നത് CLCൻ്റെ ബാക്കിലാണ്. LC2ൻ്റെത് നമ്മളുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഞാനപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ലൈബ്രറി പരിചയപ്പെടുത്തി തരാം. LC2 ലൈബ്രറിയാണ് കുറച്ച് ചെറുതായിട്ടുള്ളത് ബാക്കി രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ. നമ്മളുടെ ലൈബ്രറി ഓക്കെ, LC2ൻ്റെ ലൈബ്രറി. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും ഓരോ ഫ്ലോറിലും. ഓക്കെ, നമ്മളിന്ന് ഇൻറ്റേൺഷിപ്പ് പീരീഡാണ്, നമുക്ക് സെമസ്റ്റർ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം അവധിയാണ്, ക്ലാസ്സൊക്കെ ക്ലോസ് ആണ്. നമുക്ക് ചെറിയ ക്ലാസ് ഉണ്ട്, വലിയ ക്ലാസ് ഉണ്ട്, പല പല സെക്ഷൻസും നമുക്ക് ഓപ്ഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സെക്ഷനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കമ്പൈൻ ക്ലാസ്സൊക്കെ ഉള്ളപ്പോൾ വലിയ ക്ലാസ്സും പിള്ളേർ കുറച്ചുള്ള ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സും ആയിരിക്കും ചൂസ് ചെയ്യുക. നമുക്ക് പിന്നെ വലിയ ഗാലറി മോഡൽ ക്ലാസ്സും വലിയ ഗാലറിയാണ്, അതും കാണിച്ചു തരാം ജസ്റ്റ്. പക്ഷേ ക്ലോസ് ആയിരിക്കും പ്രോഗ്രാം. ഒരു ക്ലാസ് ഓപ്പൺ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അത്യാവശ്യം വലിയൊരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലാസ്സുകളും കാര്യങ്ങളും പരിചയപ്പെടുത്താനുള്ളത്. LC1 LC2 സെയിം ക്ലാസ് തന്നെയാണ്. CLCയുടെ ക്ലാസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മൾ മെയിനായിട്ട് ഫാക്ട് ഓഫ് ലോ നമ്മൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളം മുതൽ കശ്മീർ വരെയുള്ള എല്ലാ കുട്ടികളും ഒരു മിക്സ്ചർ ഓഫ് കൾച്ചറാണുള്ളത്. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പോ, നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടും, കുറേ അനുഭവങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒരു അക്കാദമിക്കിലുപരി നമ്മളൊരു പേഴ്സൺ കൂടി അവിടെ വളരെയാണ്. ഓക്കെ, ആസ് എ പേഴ്സൺ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് എക്സ്പോഷർ ഉപരി നമുക്ക് ഒരു സർക്കിൾ വളരും. നമുക്ക് ഓരോ നാട്ടിലുള്ള ഓരോ കാര്യങ്ങൾ, അവരെ കാഴ്ചപ്പാട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടും വളരെ നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ഫീസിൻ്റെ കാര്യം പറഞ്ഞാൽ, നമ്മൾ 8 ലക്ഷത്തിൽ താഴെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫീസിൻ്റെ പകുതി വരുന്നുള്ളൂ. ഫീസ് നമുക്ക് 7,000 രൂപയാണ് വരുന്നത്, 3,500 രൂപയുള്ളൂ. ഇനി 4 ലക്ഷത്തിൽ താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ എല്ലാ സെമസ്റ്ററും പാസ്സാവുക, പേപ്പർ ബാക്കൊന്നും ഇല്ലാതെ നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് 5 പൈസ കൊടുക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പഠിച്ചു പോകാം. ഓക്കെ, പിന്നെ നമ്മളെ മൈനോറിറ്റിക്കായാലും ബാക്കിയുള്ളവർക്കായാലും നമ്മൾ ഈ ഗ്രാൻഡ്സ് പോലത്തെ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ SSC പഠിക്കുന്നവർ, UPSC പഠിക്കുന്നവർ, കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, അവർക്ക് നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഒരു 2-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളുടെ ലൈബ്രറിയിൽ പോയി ആക്സസ് ഒക്കെ എടുത്തിട്ട് ലൈബ്രറിയിൽ പോയാൽ എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് പഠിക്കാം. നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോയി ഇരുന്ന് പഠിക്കാം. പിന്നെ നമ്മളുടെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. നിങ്ങൾക്ക് ഒരു സർക്കിൾ ഡെവലപ്പ് ആകും. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത്യാവശ്യം റിസൾട്ട്, ഈ ഒരു എക്സാംസിനൊക്കെ റിസൾട്ട് കിട്ടുന്ന ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിലാണെങ്കിലും. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ കേസ് ഞാൻ പറയാൻ പറ്റുപോയി, നല്ല ഫാക്കൽറ്റീസാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ നിങ്ങൾ LC1 ആയിക്കോട്ടെ, LC2 ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും പോയി പഠിക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ സെക്ഷനല്ല, അപ്പുറത്തെ ക്ലാസ്സിലെ സെക്ഷനിൽ പോയിരിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. നമ്മളിത് ഒട്ടും പ്ലാൻ ചെയ്യാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് 14-ാം തീയതിയാണ്, ജനുവരി 14-ാം തീയതിയാണ് രജിസ്ട്രേഷൻ ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, കുറേ കുട്ടികൾക്കൊന്നും അറിയില്ല നമ്മുടെ നാട്ടിൽ. CUET എന്ന് പറയുന്ന PGയുടെ എക്സാമാണ്. COQP 11 ആണ് നമ്മളുടെ പേപ്പർ കോഡ് വരുന്നത്. അതിൽ നമ്മൾ ഈ ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK ആ ഒരു 4 സബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഒരു വെബിനാർ നടത്തുന്നുണ്ട്. നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ഒരു വെബിനാറിൻ്റെ 8-ാം തീയതി നമ്മുടെ വെബിനാറാണ്. അപ്പോൾ നമ്മൾ ആ വെബിനാറിന് മുന്നേ നമുക്ക് ക്യാമ്പസ് ജസ്റ്റ് പരിചയപ്പെടുത്താറുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് പറയണമെന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ CUT PG സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെബിനാറിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ക്രാഷ് കോഴ്സ്, ഒരു 6 വീക്ക് ക്രാഷ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇയറിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ട് ഒരു ക്രാഷ് കോഴ്സ് കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് കാണുക, നമ്മൾ ബാക്കി കോൺടാക്ട് ചെയ്യുക, നമുക്കൊന്നിച്ച് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.